2013 ജനുവരി 23 ആഭ്യന്തര വിജിലൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചേംബറിൽ ചേർന്ന 8-അംഗ സമിതിയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം ഉചിതമല്ലെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ആരോഗ്യരംഗത്തെ അഭിപ്രായങ്ങളും മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. കൃത്രിമ വെളിച്ചത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയാലുണ്ടാകുന്ന പ്രയാസങ്ങളായിരുന്നു റിപ്പോർട്ട് എടുത്തുകാട്ടിയത്. ആകെ നിയമ സെക്രട്ടറിയുടെ അഭിപ്രായം കണക്കിലെടുത്തും രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് കാര്യമായ നിരോധനം എങ്ങും പറയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തുകൊണ്ടായിരുന്നു പകൽ സമയത്തെ പോസ്റ്റ്മോർട്ടത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സമിതി അഭിപ്രായപ്പെട്ടത്. ഈ റിപ്പോർട്ട് ആദ്യം മീഡിയ വൺ പുറത്തുവിടുകയും പിന്നീട് മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ അതേ തീയതിയിൽ അതേ സമിതിയുടേതായ മറ്റൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് തിരുത്തി നൽകിയിരിക്കുന്നു. അവയവമാറ്റം പോലുള്ളവ നടക്കണമെങ്കിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടക്കണമെന്നാണ് രണ്ടാം റിപ്പോർട്ട് പറയുന്നത്. ഇതിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അഭിപ്രായം കൂടി ചേർത്താണ് മിനിറ്റ്സ് തിരുത്തിയിരിക്കുന്നത്. ആദ്യം നൽകിയ റിപ്പോർട്ട് തള്ളുകയോ പിന്നീട് സമിതി യോഗം ചേരുകയോ ചെയ്യാതെ നൽകിയ റിപ്പോർട്ട് തിരുത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് ഫോറൻസിക് രംഗത്തുള്ളവർ പറയുന്നു. റിവേഴ്സ്ഡ് മിനിറ്റ്സിൽ ഈ തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായി രാത്രികാല പോസ്റ്റ്മോർട്ടം ആവാം എന്നുള്ള തീരുമാനം മിനിറ്റ്സാക്കി, പ്രത്യേകിച്ച് പുതുതായി യോഗങ്ങളൊന്നും കൂടാതെ തന്നെ ഇങ്ങനൊരു മിനിറ്റ്സ് ഇറക്കിയിരിക്കുകയാണ്. ഇതിന് പിന്നിൽ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഗൂഢ ഉദ്ദേശമാണ് ഉള്ളതെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് തിരുത്തിയ റിപ്പോർട്ട് പറയുന്നത്. ഒരേ തീയതിയിൽ 2 മിനിറ്റ്സ്. ഒരു മിനിറ്റ്സ് ഇറങ്ങി ദിവസങ്ങൾക്ക് ശേഷം അതേ തീയതിയിൽ മറ്റൊരു മിനിറ്റ്സ് സർക്കാരിന് സമർപ്പിക്കുന്നു. ആർക്കു വേണ്ടിയിട്ടാണ് സർക്കാർ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്ന സംശയം ഇനിയും ബാക്കിയാവുകയാണ്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം യു ഷൈജു, മീഡിയ വൺ, കോട്ടയം.